ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 1 കിലോ കപ്പ നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ടതിന് ശേഷം വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള കപ്പ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ പെരിഞ്ചീരകവുമാണ് ചേർത്തിട്ടുള്ളത്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി നമ്മുടെ കപ്പ അതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച കപ്പ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ 2 വിസിലൊക്കെ വന്നു. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മളെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്ത് ഒരു സവാള, 3 പച്ചമുളക് ഇത്രയും കട്ട് ചെയ്ത് ചേർക്കുക. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ചേർക്കുക. നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് നല്ല നെയ്യുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ ബീഫാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നല്ല നെയ്യോട് കൂടിയ ബീഫ് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുക നമ്മളൊരു കപ്പ ബിരിയാണിക്ക്. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആ ഒരു മസാലകളൊക്കെ നമ്മുടെ ഉള്ളീൻ്റെ അകത്തും അതുപോലെ തന്നെ നമ്മുടെ ബീഫിൻ്റെ അകത്തൊക്കെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടണം. അപ്പോൾ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യം വരുന്നില്ല. വേണമെങ്കിൽ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിയിലുള്ള വെള്ളത്തിൽ തന്നെ നമ്മളിത് കുക്കായി വന്നോളും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ പോണത്. ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അരമുറി തേങ്ങ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക്, ഒരു കഷ്ണം പട്ട, കുറച്ച് ഗ്രാമ്പൂ, പെരിഞ്ചീരകം. ഇപ്പം എത്രയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു പാൻ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ തേങ്ങയും അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസും നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഞാനിപ്പോൾ ചേർക്കുന്നില്ല. അത് തേങ്ങയൊന്നും ചൂടായി വന്നതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബാക്കി നമ്മൾ കറിവേപ്പിലയും ബാക്കി എടുത്തിട്ടുള്ള സ്പൈസസും എല്ലാം കൂടി ചേർത്തിട്ടുണ്ട്. വറ്റൽമുളക് ഇതാ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏതാണ്ടൊരു കളറ് ചേഞ്ച് ചെയ്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ചൊരു മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മൾ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പത്ത് നിന്ന് എടുത്ത് മാറ്റി മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി നമ്മളൊരു പാത്രത്തിനകത്തേക്ക് പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടും ഇപ്പം ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മളിതിപ്പോൾ ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോണത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് നമ്മളെ കപ്പ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ കപ്പ ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേയും കപ്പ ബിരിയാണി ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചെയ്തിട്ടുള്ളത് ചിക്കൻ വെച്ചിട്ടാണ്. ഇതിപ്പോൾ നമ്മൾ ബീഫ് കപ്പ ബിരിയാണിയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പം ചിക്കൻ കപ്പ ബിരിയാണി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനി നമ്മൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ചെറുനാരങ്ങ അതുപോലെ തന്നെ കുറച്ച് സവാളയും ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കപ്പ ബിരിയാണിയാണിത്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സീ യു. താങ്ക്സ് ഫോർ വാച്ചിങ്.